നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും 24 ഒരു സമഗ്രമായ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ദില്ല, ഇന്ന് ജൂൺ 1 നമ്മുടെ കുരുന്നുകളൊക്കെ ഇന്ന് സ്കൂളിൽ എത്തുന്ന ഒരു ദിവസമാണല്ലേ? 42 ലക്ഷത്തോളം കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന പുതിയ കുട്ടികൾക്കായി പ്രവേശനോത്സവം ഉണ്ട്. അങ്ങനെ പുതിയൊരു പ്രതീക്ഷയുമായി പുതിയ അധ്യയന വർഷത്തേക്ക് നമ്മുടെ കുരുന്നുകൾ കടക്കുകയാണ്. അതോടൊപ്പം ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ്. പാൽവില്ലയുടെ പുതിയ നിരക്കിന്ന് പ്രാബല്യത്തിൽ വരും. ആ രീതിയിൽ ഒരുപാട് വാർത്തകൾ ഇന്ന് ഈ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂൺ 1 തിങ്കളാഴ്ച, ഇടവം 18. നമുക്കെല്ലാ വാർത്തകളിലേക്കും വരാം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി പോകുമ്പോൾ പ്രവേശനോത്സവ വാർത്തയിലേക്ക് തന്നെയാണ്. ആദ്യം വേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഇന്ന് തുറക്കുകയാണ്. പുതിയ അധ്യയന വർഷത്തെയും 1-ാം ക്ലാസ്സിലെത്തുന്ന കുരുന്നുകളെയും വരവേൽക്കാൻ സ്കൂളുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. 1 മുതൽ 12 വരെ ക്ലാസുകളിലായി 42 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിലേക്ക് എത്തുക. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എസ്. വിനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. വിനീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം കുരുന്നുകളൊക്കെ സ്കൂളിലേക്ക് എത്തിച്ചേരുകയാണ്. അതിൽ ആദ്യമായി എത്തുന്നവരുണ്ട്, വീണ്ടും കൂട്ടുകാരെ കാണുന്ന ആകാംക്ഷയിൽ സ്കൂളിൽ എത്തുന്നവരുണ്ട്. അങ്ങനെ നിരവധി വിശേഷങ്ങളാണ് ഇന്ന് കുരുന്നുകൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ശ്രീനിധി, ദിൽന, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം, കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. 1-ാം ക്ലാസ് മുതൽ +2 വരെ 42 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് സ്കൂളിലെത്തുന്നത്. മാത്രമല്ല, 1-ാം ക്ലാസ്സിൽ ഈ വർഷം 3 ലക്ഷത്തോളം കുട്ടികളെയും വിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വർണ്ണാഭമായ രീതിയിലുള്ള പരിപാടികൾ തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുള്ളത്. പട്ടം ഗേൾസ് സ്കൂളിലാണ് ഇത്തവണത്തെ സംസ്ഥാന പ്രവേശനോത്സവം ഉള്ളത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി എൻ. ഷംസുദ്ദീൻ, അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി കെ. മുരളീധരൻ, ഗതാഗത മന്ത്രി CP ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. എന്തായാലും വർണ്ണാഭമായ രീതിയിൽ തന്നെയാണ്. പക്ഷേ പരമാവധി ആഡംബരം കുറയ്ക്കുക, ചെലവ് കുറച്ചുകൊണ്ടുള്ള പരിപാടികളാണ്. എങ്കിൽ പോലും കൃത്യമായി വർണ്ണാഭമായ റാലിയും അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികളും എല്ലാം തന്നെ സ്കൂളിലുണ്ട്. ഇന്നലെ ഇതിനെ സംബന്ധിച്ചുള്ള റിഹേഴ്സലുകളും മറ്റും എല്ലാം തന്നെ നമ്മൾ പോയി കണ്ടതാണ്. എന്തായാലും എല്ലാ വർഷവും കുട്ടികളെ സ്കൂളുകളിലേക്ക് പരമാവധി ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ സ്കൂളുകളിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സ്കൂളുകളിലാണെങ്കിലും എല്ലാം തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിമാരും അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും പ്രത്യേകിച്ച് ജനപ്രതിനിധികളും മറ്റും നേരിട്ട് നേതൃത്വം നൽകുന്ന രീതിയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ രീതിയിൽ അത്യാർഭാടമായി തന്നെ നടപ്പാക്കിയിരുന്നു. പക്ഷേ ഇത്തവണ ചെലവ് കുറയ്ക്കലിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും കുട്ടികൾക്കൊരിക്കലും നിരാശ തോന്നാത്ത രീതിയിലുള്ള പ്രവേശനോത്സവം തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് സംഘാടകർ പറയുന്നത്. ശ്രീനിധി, ദിൽന. എസ്. വിനീഷ് കുമാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുട്ടികൾ ഒരുപാട് പ്രതീക്ഷയുമായാണ് ഇന്ന് അധ്യയന വർഷത്തേക്ക് തുടങ്ങുന്നത്. അവരൊരുപാട് നല്ല നല്ല മിഠായികളൊക്കെ നൽകി അവരെ സ്വീകരിക്കാൻ സ്കൂളുകൾ ഒരുങ്ങിയിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും പല തരത്തിലുള്ള ഒരുക്കങ്ങൾ അധ്യാപകർ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇത്തവണ പുതിയ സർക്കാർ വന്ന്, പുതിയ വിദ്യാഭ്യാസ മന്ത്രി വന്ന്, അങ്ങനെ ഒരു പുതുമയോടുകൂടിയുള്ള അധ്യയന വർഷം എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ സ്കൂൾ തുറക്കലിനുണ്ട്. വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പാലക്കാട് മോയൻ ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടി പാർക്കും റെഡിയാണ്. മുൻ MLA ഷാഫി പറമ്പിലിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. $7 ലക്ഷത്തോളം ചെലവഴിച്ചാണ് സ്കൂൾ അങ്കണത്തിൽ മനോഹരമായ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 3 റൈഡറുകൾ, ഊഞ്ഞാൽ എന്നിവ പാർക്കിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പാർക്കിന് സമീപത്തെ ചുറ്റുമതിലും സ്കൂൾ കെട്ടിടത്തിന്റെ ഭിത്തിയിലും കാർട്ടൂൺ കഥാപാത്രങ്ങളെ വരച്ചിട്ടിട്ടുണ്ട്. പാർക്ക് കണ്ട് ഇത്തവണ കൂടുതൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തെന്ന് പ്രധാന അധ്യാപിക. ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ പാർക്കാണ്. ഈ പാർക്കുള്ള സ്കൂളിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ കുട്ടികൾ ഈ വർഷം അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ഞങ്ങളും കുട്ടികളുമൊക്കെ വളരെ സന്തോഷത്തിലാണ്. സ്കൂൾ മുറ്റത്ത് മനോഹരമായ പൂച്ചെടികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പഠനത്തോടൊപ്പം കുട്ടികളുടെ മാനസിക ഉല്ലാസവും വളർത്തിയെടുക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് MLA ഫണ്ടിൽ നിന്ന് തുക വകയിരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ മനോഹരമായ കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. കുരുന്നുകൾ പഠനത്തോടൊപ്പം കളിച്ചും വളരട്ടെ. രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക.
ഹർജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായി തന്നെ എതിർക്കും. ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആകും ഇന്ന് ഹാജരാവുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഈ റെയ്ഡിൽ ലഭിച്ച തെളിവുകൾ, അതുപോലെ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണം, ഇതെല്ലാം ഇന്ന് കോടതിയെ സംഘം അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്ന് നമ്മൾ കോടതിയിൽ പ്രതീക്ഷിക്കേണ്ടത്? ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായ നീതി നിഷേധം ഉണ്ടായി. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഹർജിയിൽ വിശദമായ വാദം കേൾക്കണം എന്നുള്ളതാണ് CMRന്റെ ആവശ്യം. നേരത്തെയുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്, ED അന്വേഷണം തുടരാമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്ത് ഞങ്ങളെ കേൾക്കണം എന്നുള്ളതാണ് CMRൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. അതിനിപ്പോൾ കോടതി എങ്ങനെയാണ് പരിഗണിക്കാൻ പോകുന്നത് ഏറെ ശ്രദ്ധേയമായിരിക്കും. 7B കോടതിയിൽ 5ാമത്തെ ഐറ്റമായാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ CMRന് വേണ്ടി സിദ്ധാർത്ഥ് ലൂത്ര അടക്കമുള്ള അഭിഭാഷകർ ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു. ഇത്തവണയും സുപ്രീം കോടതി അഭിഭാഷകരെ പ്രതീക്ഷിക്കുന്നുണ്ട്. EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ നേരിട്ട് ഹാജരാകാനുള്ള സാധ്യതയാണുള്ളത്. ED അതിശക്തമായി തന്നെ ഈ അപ്പീൽ ഹർജിയെ എതിർക്കാനുള്ള തീരുമാനത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ വിപുലമായൊരു റെയ്ഡ് ED നടത്തിയിട്ടുണ്ട്. ആ റെയ്ഡിന്റെ വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ആവശ്യകത, ഈ ക്രൈമിന്റെ സ്വഭാവം, ഇതെല്ലാം തന്നെ ED ഇന്ന് കോടതിയിൽ ഔദ്യോഗികമായി അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം അന്വേഷിക്കാൻ അല്ലെങ്കിൽ റെയ്ഡുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്താൻ എത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ചും ED കോടതിയെ അറിയിക്കും. അതിൽ ജാമ്യം തള്ളിയ ഉത്തരവ് നമുക്ക് മുൻപിലുണ്ട്. ഗുരുതരമായ നിരീക്ഷണങ്ങളാണ് സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യം തുടങ്ങിയ നിരീക്ഷണങ്ങളൊക്കെ ആ ഉത്തരവിലുണ്ട്. സ്വാഭാവികമായും അക്കാര്യങ്ങളും ED ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റേ ചെയ്ത്, അതായത് നേരത്തെ CMRന്റെ ആവശ്യം പോലെ തന്നെ നേരത്തെ ഉള്ള വിധി സ്റ്റേ ചെയ്തുകൊണ്ട് ഈ അപ്പീൽ വാദം കേൾക്കാനാണ് ഹൈക്കോടതി മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് CMRന് ഒരു താൽക്കാലിക ആശ്വാസമാണ്. അത് EDയുടെ തുടർ നടപടികൾക്കൊക്കെ വലിയ താമസം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ല മറ്റൊരു തീരുമാനത്തിലേക്കാണ് ഈ ഹൈക്കോടതി പോകുന്നതെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകും. വീണ ടിക്കടക്കം നോട്ടീസ് നൽകുന്ന നടപടിയിലേക്ക് കടക്കും ED എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നത്തെ കോടതി നിലപാടറിഞ്ഞ ശേഷമായിരിക്കും ED അന്വേഷണത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ED അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ശരി, CMRL കേസിൽ ഇന്ന് വളരെ നിർണായകമാണ്. കോടതി എന്ത് നിലപാടെടുക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് പോലീസിന്റെ നീക്കം. ഇന്നലെ അറസ്റ്റിലായ SFI ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവർ 26 പേരാണ്. ആക്രമണത്തിൽ പങ്കെടുത്ത കൂടുതൽ പേരെ തിരിച്ചറിയാനായി പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു. പരിശോധിക്കുന്ന നടപടി പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. തൽസ്ഥിതി റിപ്പോർട്ടും പോലീസ് ഉടൻ തയ്യാറാക്കും. വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി 46 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, വീണ്ടും ഇത്തരത്തിൽ വില വർധന വരുമ്പോൾ ജനങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇന്നത്തെ വില വർധനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ധനവില വർധനവ് എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ വാതകത്തിലും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയാണ് 46 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ എണ്ണ കമ്പനികൾ 1-ാം തീയതി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഈ പാചകവാതകത്തിൻ്റെയൊക്കെ വില വർദ്ധിപ്പിക്കുന്നത്. അതുപ്രകാരം ഇപ്പോൾ 46 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം 3085 രൂപയായിരുന്നു കൊമേഴ്ഷ്യൽ ഗ്യാസിന്റെ വിലയെങ്കിൽ ഇപ്പോൾ അത് 3131 രൂപയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാറ്ററിംഗ് മേഖല, അതോടൊപ്പം ഹോട്ടൽ മേഖലയൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ തവണ വിലയുയർത്തിയ ഘട്ടത്തിൽ സൂചന പണിമുടക്കടക്കം നമ്മൾ കണ്ടതാണ് കാറ്ററിംഗ് മേഖലയുടെ. ഇനി വില കുറയ്ക്കാതെ ഞങ്ങൾക്ക് രക്ഷയില്ല എന്നവർ പറയുകയും പക്ഷേ അങ്ങനെ നടപടി ഉണ്ടായില്ല. അതിന് പിന്നാലെ ഈ ഹോട്ടലിൽ വിൽക്കുന്ന വസ്തുക്കളുടെ വില കൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് പോയി. സ്വാഭാവികമായും വീണ്ടും വില വർദ്ധിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. അതല്ലെങ്കിൽ അവർ തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമോ, അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ള കാര്യം ഏറെ ശ്രദ്ധേയമാണ്. ഏപ്രിലിൽ 2902 രൂപയായിരുന്നു വാണിജ്യ സിലിണ്ടറുകളുടെ വില. അതായത് കഴിഞ്ഞ ഏകദേശം ഒരു 2 മാസത്തിനിടെ
വലിയൊരു വർധനവ് 1000-1500 രൂപയ്ക്ക് 1200 രൂപയ്ക്ക് അടുത്താണ് ഗ്യാസ് പാചകവാതക വിലയുമായി ബന്ധപ്പെട്ടുള്ള വർധനവ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഗാർഹിക ഗ്യാസുകൾക്ക് അതിന് വിലവർധന ഉണ്ടായിട്ടില്ല. 920 തന്നെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വിലവർധനവ് എങ്ങനെ ഹോട്ടൽ മേഖലയെ ബാധിക്കും? സ്വാഭാവികമായി ഹോട്ടൽ മേഖലയെ ബാധിക്കുമ്പോൾ അത് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടി കടന്നു വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യതയിൽ കുറവുണ്ടായിരുന്നു. അതിനിടെ വിലവർധനയും ഉണ്ടായിരുന്നു. ഇപ്പോൾ 46 രൂപയാണ് സിലിണ്ടറിന് കൂടിയത്. വീടുകളിൽ ലഭിക്കുന്ന ഗാർഹിക സിലിണ്ടറുകൾക്ക് വില കൂടിയിട്ടില്ല എന്നത് ചെറിയൊരു ആശ്വാസമാണ്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിലവർധനയുടെ വാർത്ത അവിടെ തീരുന്നില്ല അല്ലേ ശ്രീനിധി? തീർച്ചയായും സംസ്ഥാനത്ത് മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിലാവുകയാണ്. ലിറ്ററിന് 4 രൂപയുടെ വർധനവാണ് ഉണ്ടാവുക. 525 മില്ലിയുടെ നീല കവറുള്ള മിൽമ പാൽ പാക്കറ്റിന് 30 രൂപയായിരിക്കും ഇന്നു മുതൽ വില. 28 രൂപയായിരുന്നു പഴയ വില. മിൽമയുടെ തൈരിന് കിലോയ്ക്ക് 10 രൂപ കൂടിയിട്ടുണ്ട്. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, നേരത്തെ പ്രഖ്യാപിച്ച വിലവർധനയാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. ശ്രീനിധി, തീർച്ചയായും ഇന്നത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം പാലിന് വില കൂടി. നമുക്ക് സാധാരണ 1 ലിറ്റർ പാലിന് 4 രൂപയാണ് കൂടിയിട്ടുള്ളത്. ഇതിൽ 3 രൂപ 35 പൈസ കർഷകർക്ക് നൽകും എന്നാണ് മിൽമ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കർഷകർ ഇത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. കാരണം ഈ 3 രൂപ 35 പൈസ കൊണ്ട് തീരില്ല. ഒരു 3 രൂപ 80 പൈസയെങ്കിലും വേണം എന്നുള്ളൊരു നിലപാട് ആ സമയത്ത് തന്നെ കർഷകർ സ്വീകരിച്ചിരുന്നു. എന്തായാലും പാലിൻ്റെ വില കൂടുന്നു. ഒപ്പം തന്നെ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മിൽമ പാൽ, നീല കവറുള്ള പാലിന് 28 രൂപയായിരുന്നു അര ലിറ്ററിൻ്റെ പാലിന്. അത് 28-30 രൂപയായിരിക്കുന്നു. 525 മില്ലി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ പച്ച കവർ ഉണ്ടായിരുന്നത് 29 രൂപയായിരുന്നു. അത് 32 രൂപയായി ഇന്നു മുതൽ ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൗ മിൽക്ക് 1 ലിറ്റർ ബോട്ടിലുണ്ട്. കാരണം മാസങ്ങൾക്ക് മുമ്പാണ് മിൽമ ഇത് ലോഞ്ച് ചെയ്ത്. ഈ 1 ലിറ്ററിന് 70 രൂപയായിരുന്നു ഇതിൻ്റെ ഒരു ബോട്ടിലിന്. ഇത് 5 രൂപയാണ് വർദ്ധിച്ച് 75 രൂപയായിട്ടുണ്ട്. അതുപോലെ തന്നെ തൈരിന് 525 ഗ്രാമിന് 35 രൂപയായിരുന്നു. ഇത് 40 രൂപയായി തന്നെ ഉയർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ തൈരിൻ്റെ എലൈറ്റ് വിഭാഗത്തിന് 500 ഗ്രാമിൻ്റെത് 40 രൂപയായിരുന്നു. ഇത് 45 രൂപയായും ഉയർന്നിട്ടുണ്ട്. ഫലത്തിൽ നമുക്കറിയാം, നമ്മൾ പാക്കറ്റ് പാലിനെല്ലാം തന്നെ പാക്കറ്റ് പാലിന് ഈ അര ലിറ്ററിൻ്റെ പാക്കറ്റ് പാലിന് 2 രൂപയാണ് കൂടിയിട്ടുള്ളത് ഏറെക്കുറെ എല്ലാ പാലിനും. അതുപോലെ തന്നെ തൈരിന് 5 രൂപ വരെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൗ മിൽക്ക് 1 ലിറ്ററിൻ്റെ കൗ മിൽക്കിനാണ് ഇപ്പോൾ ഇത്തര വില വർദ്ധിച്ചിട്ടുള്ളത്. 5 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതെന്തായാലും നമ്മളുടെ ചായ എല്ലാ സംവിധാനങ്ങളെയും ബാധിക്കും. നമുക്കറിയാം, ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു പെട്രോൾ ഡീസൽ വിലയുടെ വർധനയുടെ പശ്ചാത്തലത്തിൽ. ഒപ്പം തന്നെ ഗ്യാസിന് വില കുത്തനെ കൂട്ടിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് പാൽ വില കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചായയ്ക്കും വില കൂടാനുള്ള സാധ്യത ഉണ്ട്. നിലവിൽ ഇപ്പോൾ ചായയ്ക്ക് 2 രൂപയൊക്കെ പല സ്ഥലങ്ങളിലും കൂടിയിട്ടുണ്ട്. ഇത് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ്. ശ്രീനിധി, മിൽമ പാലിന്റെ പുതിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിലാണ്. ലിറ്ററിന് 4 രൂപയാണ് കൂടിയതെങ്കിലും കവറിന് 2 രൂപ വെച്ചുള്ള വർധനയാണ്. ഈ കവറിന്റെ പുറത്ത് ചിലപ്പോൾ പഴയ വില തന്നെയായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അത് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് പക്ഷേ ഇന്നു മുതൽ പുതിയ വില നൽകേണ്ടി വരും. മറ്റൊരു വാർത്തയിലേക്കാണ്. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജിവെച്ചതായ റിപ്പോർട്ട്. രാജ്യത്തെ നിർണായക തീരുമാനങ്ങളിൽ നിന്നും തന്റെ സർക്കാരിനെ പൂർണ്ണമായി ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സൂചന. രാജിക്കത്ത് പരമോന്നത നേതാവ് മുസ്തഫ ഖമനയുടെ ഓഫീസിന് കൈമാറിയതായ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇറാനിലെ ആഭ്യന്തര ഭിന്നതകളെ നിരീക്ഷിച്ചു വരികയാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളും പങ്കുവച്ചിരിക്കുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. വലിയ തരത്തിലുള്ള ഭിന്നതയുണ്ട് ഇറാൻ ഭരണകൂടത്തിൽ എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ പൂർണ്ണമായി അങ്ങനെ തന്നെ എന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ളൊരു നീക്കമാണല്ലോ ഇപ്പോൾ പ്രസിഡന്റിന്റെ രാജി എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നത്. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്? മോർണിംഗ് ദിൽന, ശ്രീനിധി. അമേരിക്ക ആദ്യം മുതലേ ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയം ഈ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുന്നത് പ്രധാനമായിട്ടും അവിടുത്തെ ഈ ഭിന്നത കാരണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രഭാതത്തിൽ ലഭിക്കുന്നത്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണലാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരുടെ ഈ റിപ്പോർട്ട് പ്രകാരം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്റെ ഔദ്യോഗിക രാജിക്കത്ത് പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ ഓഫീസിന് കൈമാറിക്കഴിഞ്ഞു. രാജ്യത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഈ കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ചില തീവ്ര നിലപാടുള്ള വിഭാഗങ്ങൾ ഇറാന്റെ പ്രധാന കാര്യങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്തതായിട്ടുള്ള ഒരു ആരോപണവും അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സ്ഥാനത്ത് നിന്ന് ഒഴിയുവാൻ അനുവദിക്കണമെന്നാണ് പെസഷ്കിയാന്റെ കത്തിലെ ആവശ്യം.
എന്നാൽ ഈ രാജി പരമോന്നത നേതാവിന്റെ ഓഫീസ് സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ അതേസമയം ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് ഔദ്യോഗിക ഇറാൻ വക്താക്കൾ ഒരു വശത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. വാർത്ത തികച്ചും വ്യാജമാണെന്ന് ഇറാൻ പ്രസിഡൻഷ്യൽ ഓഫീസിന്റെ ഡെപ്യൂട്ടി ഹെഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ മെഹദി തബ്തബായി ആണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നെയുമല്ല, അമേരിക്കയുമായിട്ട് ഈ വെടിനിർത്തൽ ചർച്ചകളൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാനിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ ഒരു ബോധപൂർവമായ ഒരു മാധ്യമ ഡ്രാമയാണ് ഈ പ്രചരണത്തിന്റെ ഭാഗമെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ജനങ്ങളെ സേവിക്കുന്നതിൽ പ്രശംസിക്കാൻ പിന്മാറില്ല. അതുമാത്രമല്ല, ഇറാന്റെ ഐക്യം ശ്രമിക്കുന്നവരുടെ മോഹങ്ങൾ നടക്കുന്നില്ലെന്നാണ് തബ്തായി പറഞ്ഞത്. അതേസമയം US-ഉം ഇസ്രയേലും തകർത്ത ഈ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളിലേക്കുള്ള ഭൂരിഭാഗ തുരങ്കപാതകളും ഇറാൻ തുറന്നതായിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മൊത്തം തകർക്കപ്പെട്ട 69 തുരങ്ക കവാടങ്ങളിൽ ഏതാണ്ട് 50ഓളം ഇറാൻ ഇതിനകം തന്നെ മണ്ണ് മാറ്റി കഴിഞ്ഞു. മിസൈൽ ലോഞ്ചറുകളൊക്കെ പുറത്തു വരുന്നത് തടയാൻ US-ഉം ഇസ്രയേലും തകർത്ത റോഡുകളും ഇറാൻ നന്നാക്കി കഴിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ദിൽന, ശ്രീനിധി. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ 23-കാരന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ ദാനം ചെയ്യും. കണ്ണൂർ ആസ്റ്റർ മിംസിൽ ശസ്ത്രക്രിയ നടപടികൾ ആരംഭിച്ചു. 9 മണിയോടെ ശസ്ത്രക്രിയ പൂർത്തിയാകും. ഹൃദയം കണ്ണൂരിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. 48 വയസ്സുകാരനായ മലപ്പുറം സ്വദേശിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. വർഷ, ഇതാ വീണ്ടും സംസ്ഥാനത്തൊരു അവയവദാനമാണ്. ആ കുടുംബത്തിനെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ കാര്യമാണെങ്കിൽ പോലും മറ്റ് 4 പേർക്ക് ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം കൂടി നടത്തിയിരിക്കുകയാണ് ആ കുടുംബം, അല്ലേ? അതെ, തീർച്ചയായും ദിൽന, ശ്രീനിധി, ഏറെ വിഷമം നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി അതിനും ഒരു ആശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കണ്ണൂർ സ്വദേശിയായ യുവാവിൻ്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ 28-നാണ് ബൈക്ക് അപകടത്തിൽ MK അർജുൻ ആശുപത്രിയിലാകുന്നത്. ശേഷം മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും അർജുനിലൂടെ ഇപ്പോൾ 4 പേർക്ക് പുതുജീവൻ നൽകാൻ പോകുന്നു എന്നുള്ളതാണ് എന്തായാലും ഒരു ആശ്വാസമുള്ള വാർത്ത എന്ന് പറയുന്നത്. 23-കാരൻ്റെ ഹൃദയമടക്കമുള്ള 4 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഏകദേശം 9 മണിയോടുകൂടി രാവിലെ കണ്ണൂരിൽ നിന്നും എയർ ആംബുലൻസ് മാർഗം കൊച്ചിയിലേക്ക് ഈ അവയവങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂർ ആംസ്റ്റർ മിംസിൽ നിന്നും ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലേക്കാണ് ഹൃദയം എത്തിക്കുന്നത്. ശേഷം കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 48-കാരന് ഹൃദയം മാറ്റിവെക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും ഒരു വൃക്ക കണ്ണൂരിൽ തന്നെ ആസ്റ്റർ മിംസിലും മറ്റൊരു വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്കും ദാനം ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും 5 മണിയോട് കൂടി ഇതിനായുള്ള ഓപ്പറേഷൻ നടപടികളെല്ലാം തുടങ്ങി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇനി 9 മണിയോട് കൂടി ഇത് എയർ ആംബുലൻസ് വഴി കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. എന്തായാലും ഈ വളരെ ദുഃഖമുള്ള വാർത്തയാണ്. ഒരു ചെറുപ്പക്കാരനായ യുവാവാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ ആ അർജുനിലൂടെ ഈ 4 പേർക്ക് പുതുജീവൻ നൽകാൻ പോകുന്നു എന്നുള്ളതാണ് ആ മരണത്തിലും അല്പമെങ്കിലും ഒരു ആശ്വാസം നൽകുന്ന കാര്യമെന്ന് പറയുന്നത്. ശ്രീനിധി, ദിൽന. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി കണ്ണൂരിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ, കണ്ണൂരിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിച്ച കേസിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗ്രേഡ് SIമാരായ MR രാജീവൻ, ബിനു കൃഷ്ണൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇന്നലെ വിരമിക്കാനിരിക്കെയായിരുന്നു രാജീവന്റെ സസ്പെൻഷൻ. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മർദ്ദന വാർത്ത നമ്മൾ നേരത്തെ നൽകിയതാണ്. വേഗത്തിൽ തന്നെ ഒരു നടപടി, അജീഷ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും മുൻ കൗൺസിലറുമായിരുന്ന രഞ്ജിത്ത് താളികാവിനെ 3 പേർ ചേർന്ന് മർദ്ദിച്ചത്. കണ്ണൂരിൽ SM പാർക്കിന് സമീപം തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ഈ സംഭവത്തിൽ 3 പേർക്കെതിരെയായിരുന്നു അന്ന് പോലീസ് കേസെടുത്തിരുന്നത്. അതിൽ എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരായ രജീവൻ, ബിനു കൃഷ്ണൻ എന്നിവരെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. രജീവൻ ഇന്നലെയായിരുന്നു വിരമിക്കാനിരുന്നത്. വിരമിക്കലിന് തൊട്ട് മുൻപാണ് സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ മർദ്ദനത്തിലാണ് ഈ കണ്ണൂർ ടൗൺ പോലീസാണ് ഇവർ 3 പേർക്കെതിരെ കേസെടുത്തത്. തൻസീർ എന്ന് പറയുന്ന ആൾക്കെതിരെയും ടൗൺ പോലീസ് കേസെടുത്തിരുന്നു. ശരി, അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന RL നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ പോലീസ് നിലപാടറിയിക്കും. സെഷൻസ് കോടതി ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ്
ഡോക്ടർ MK റാം ഹൈക്കോടതിയെ സമീപിച്ചത്. നിതിൻ രാജിന്റെ മരണത്തിൽ ബന്ധമില്ലെന്നും തന്റെ പേര് വലിച്ചിഴച്ചു എന്നുമാണ് ഹർജിയിൽ പറയുന്നത്. കേസിൽ മറ്റൊരു പ്രതിക്ക് നേരെ നേരത്തെ സെഷൻസ് കോടതി ജാമ്യം നൽകിയിരുന്നു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യത. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ബുധനാഴ്ച 5 ജില്ലകളിലും വ്യാഴാഴ്ച 6 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിലും മഴ കനത്തേക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനും ഈ ദിവസങ്ങളിൽ വിലക്കുണ്ട്. കാട്ടാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക് തന്നെയാണ് കടക്കുന്നത്. കാട്ടാൻ ആക്രമണത്തിനിരയായി കിടപ്പ് രോഗികൾ അടക്കമുള്ളവരെ പ്രത്യേകം പരിഗണിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖിന്റെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയോടെ വയനാട് ചേകാടി സ്വദേശികളായ വൈരനും മാസ്തിയും. ഒരു കാലിന് പൂർണ്ണമായും സ്വാധീനമില്ലാത്ത വൈരൻ ആക്രമണത്തിനിരയായത് 4 വർഷം മുൻപാണ്. ഇടുപ്പലിന് പരിക്കേറ്റ മാസ്തി കിടപ്പിലായത് ആഴ്ചകൾക്ക് മുൻപും. മുൻപ് ഇതുപോലെ അറ്റാക്ക് നടന്നു വീട്ടിൽ ഒരു പണിയും ചെയ്യാൻ സാധിക്കാതെ പുറത്തു പോകാൻ സാധിക്കാതെ കിടപ്പിൽ കിടക്കുന്ന രോഗികളുണ്ട്. അവരുടെ ഡാറ്റ എടുക്കാനും അവസ്ഥ മുഴുവൻ എടുത്ത് റിപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സർക്കാർ തലത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ച് ഞങ്ങൾ ആ കാര്യത്തിൽ ഉള്ള തുടർ കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഭയന്നോടിയതോ കലിപൂണ്ടതോ അഴിഞ്ഞാടിയ വന്യതയ്ക്ക് ഉത്തരമിന്നുമില്ല. ചോദ്യങ്ങൾ മാത്രം. ആ ചോദ്യങ്ങളുമായി ചേകാടിയിലുണ്ട് വൈരനും മാസ്തിയും. 2022 മാർച്ചിലാണ് അങ്ങനെ പണി കഴിഞ്ഞിട്ട് വരുന്ന വഴി ഒരു 6:30 ഇങ്ങനെ സംഭവിക്കുന്നത്. തട്ടിയങ്ങോട്ട് ഇട്ടു. തട്ടിയിട്ട് ചവിട്ടാണ് കാലിൽ കയറ്റി പോയത്. പിന്നെ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അവിടെ കിടന്നു. എല്ലാവരും ആൾക്കാരെ കണ്ടെത്തുമ്പോൾ തന്നെ ഒരു മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. എല്ലാം ഒരു 9 മണിയാകുമ്പോഴാണ് മാനവരുടെ ആശുപത്രി എത്തിച്ചിട്ട് അവിടുന്ന് കോഴിക്കോട് കൊണ്ടുപോയി. അവിടെ നിന്നായിരുന്നു ചികിത്സ 2 വർഷമൊക്കെ. എല്ലില്ല. അതുകൊണ്ടാണ് ഇപ്പം നടക്കാനും പറ്റില്ല. ഒറ്റയ്ക്കാണ്. അമ്മ ഉണ്ടായിരുന്നു. അമ്മ മരിച്ചു. ഇപ്പം എൻ്റെ ചിലവൊക്കെ എല്ലാം കാര്യങ്ങളൊക്കെ പെങ്ങന്മാരാണ് നോക്കുന്നത്. മുളവടി താങ്ങായി ഒരു ജീവിതം. തത്വത്തിൽ ഒരു കാൽ ജീവിതം. താങ്ങാൻ വൈരൻ്റെ ആ കാലിൽ എല്ലുകളില്ല. നുറുക്കിയത് കലിപൂണ്ട കാട്ടുകൊമ്പൻ. അവസാനിക്കാത്ത പ്രതീക്ഷകൾ മാത്രം കൂട്ടിനുണ്ട്. മുന്നോട്ടും അങ്ങനെ തന്നെ. ഒരു പ്രതീക്ഷയുണ്ടോ ഇപ്പം മന്ത്രി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്? ഇങ്ങനൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം നമുക്കൊരു ഇതാണ്. പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്കൊരു വളരെ ഉപകാരമായിരുന്നു എന്നാണ്. 4 വർഷം മുൻപ് വൈരനുണ്ടായതുപോലെ ആക്രമണത്തിൻ്റെ ഓർമ്മ അയൽവാസിയായ മാസ്തിക്കുമുണ്ട്. പക്ഷേ ആ ഓർമ്മയ്ക്ക് പ്രായം കുറവാണ്. ഇത് വന്ന് വട്ടം കയറി വന്ന് മുമ്പിൽ വന്ന് നെല്ലിൻ്റെ മറവിൽ അപ്പോൾ ഓടി വന്ന് തുമ്പിക്കൊക്കെ നട്ടി മറിച്ച് ഇറച്ചിട്ടു. അപ്പോൾ ഞാൻ വീണുപോയി. കൂടെയുള്ളവർ ഓടി വീണപ്പോൾ എന്ത് ചെയ്ത് ചവിട്ടാൻ വേണ്ടി കൈ പൊക്കിയപ്പോൾ ഞാൻ മെല്ലെ ഉരുണ്ട് കൂടെ എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കളഞ്ഞു. കയറിയപ്പോഴത്തേന് എന്നെ ചവിട്ട് കിട്ടിയില്ല. ചവിട്ടാൻ കിട്ടാൻ പറ്റാൻ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കൈ കൊണ്ടൊക്കെ മാന്തുന്നുണ്ട്. ഇതിലൊക്കെ മാന്തി. അങ്ങനെ ആയിട്ട് ഇതൊക്കെ പൊട്ടലും ബാലൽ പൊട്ടൽ ഇടുപ്പിന് പൊട്ടലും ഉണ്ട്. ഇനി നടക്കാനാവുമോ എന്നറിയില്ല. എത്ര നാൾ ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്നും അറിയില്ല. പ്രതീക്ഷയാണ്. മരണഭയത്തിൽ കഴിഞ്ഞ നിമിഷങ്ങൾ, ചികിത്സയിൽ കഴിഞ്ഞ മാസങ്ങൾ, ധനസഹായം കിട്ടാത്ത വർഷങ്ങൾ. ബഹുമാനപ്പെട്ട മന്ത്രി ദൂരെ എങ്ങും പോകണ്ട. ഇവിടെയുണ്ട് നിങ്ങൾ തേടുന്നവരിൽ ചിലർ. വയനാട്ടിൽ നിന്നും മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24. ഈ ലോക ക്ഷീരദിനത്തിലാണ് ഇന്ന് പാൽവില്ലായിട്ട് പുതിയ വില്ല മിൽമ നടപ്പിലാക്കുന്നത് എന്നതും വളരെ പ്രത്യേകതയുള്ളത് കാര്യമാണ്. ശ്രീനിധി, ആത്മീയതയുടെ അമൃത സങ്കീർത്തനവുമായി മാതാ അമൃതാനന്ദമയുടെ കേരള പര്യടനം കോഴിക്കോട് തുടങ്ങി. കോഴിക്കോട് ബ്രഹ്മസ്ഥാനത്ത് അമൃതോത്സവം നടക്കുകയാണ്. പുരാണത്തിൽ കേട്ട രാക്ഷസന്മാരെ ഇപ്പോൾ സമൂഹത്തിൽ കാണുകയാണെന്നും കുട്ടികൾക്ക് മൂല്യബോധം പകർന്ന് ഇതിനെ മറികടക്കണം എന്നും അമൃതാനന്ദമായി പറഞ്ഞു.
അമ്മയെത്തി മക്കൾക്ക് ആത്മീയതയുടെ അമൃത സംഗീത വർഷവുമായി. മാതാ അമൃതാനന്ദമയി ദേവിയുടെ കേരള പര്യടനത്തിൻ്റെ തുടക്കം ഇക്കുറി കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ആയിരങ്ങളുടെ സാന്നിധ്യത്തിലാണ് തുടക്കമായത്. മംഗലാപുരത്തെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് അമ്മ കോഴിക്കോട്ടെത്തിയത്. ഗോകുലം ഗോപാലനടക്കമുള്ള കോഴിക്കോട്ടെ പൗരപ്രമുഖരും ജനപ്രതിനിധികളും അമ്മയെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. അമ്മ മക്കളോട് പറഞ്ഞു, പണ്ട് പുരാണങ്ങളിലായിരുന്നു രാക്ഷസന്മാർ, എന്നാൽ ഇപ്പോൾ സമൂഹത്തിൽ രാക്ഷസന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൂല്യബോധവും നന്മയും വളർത്തേണ്ടത് അനിവാര്യമാണ്. നന്ദിയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. ജരാസന്ധന്മാരെ ഇങ്ങനെ മൂല്യങ്ങളില്ലാതെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പണ്ട് പുരാണത്തിലല്ലേ കേട്ടത്, ഇപ്പം കാണുകയാണ്. പുരാണത്തിൽ കഥയായിട്ട് കേട്ട് പ്രത്യക്ഷത്തിൽ കാണുകയാണ്. മൂല്യങ്ങൾ വന്നാൽ കുറച്ചെങ്കിലും ഒരു മനസ്സാക്ഷിയിൽ അവർക്ക് പാശ്ചാത്യം തോന്നിയിട്ട് ആ തെറ്റിൽ നിന്ന് മാറാൻ സാധിക്കുമെന്നുള്ളത്. ജീവിതത്തിൽ നമ്മൾ നന്ദിയുള്ളവരാണ്. നമ്മളെ വളർത്തി പരിപാലിച്ച് ഈ സ്ഥിതിയിലെത്തിച്ച ഈ ലോകത്തോടൊരു കടമയുണ്ട്. ഈ ഭൂമി നമുക്ക് അമ്മയാണ്, പ്രകൃതി നമുക്ക് അമ്മയാണ്. അമ്മയോടുള്ള കടമ മറക്കരുത്. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവം തിങ്കളാഴ്ച രാത്രി വരെ തുടരും. ജൂൺ 3 തൃശ്ശൂരിലും ജൂൺ 6 കൊച്ചിയിലും അമ്മയുടെ പര്യടനം നടക്കും. ആയിരക്കണക്കിന് വിശ്വാസികളാണ് അമ്മയെ ഒരു നോക്ക് കാണാൻ, ആ അമൃത സംഗീതത്തിൽ അലിഞ്ഞു ചേരാൻ കോഴിക്കോട്ടെത്തിയത്. ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം ദീപക് ധർമ്മടം, 24. ഇന്ത്യൻ പ്രദേശം കയ്യേറിയിട്ടുണ്ടെന്ന് സമ്മതിച്ച് നേപ്പാൾ പാർലമെന്റിലാണ് പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ പരാമർശം. ആദ്യമായാണ് നേപ്പാൾ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നത്. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായും നേപ്പാൾ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുകയാണ്. ബൽറാം, ഏത് സാഹചര്യത്തിലാണ് നേപ്പാൾ പ്രധാനമന്ത്രി ഇങ്ങനൊരു കാര്യം പറഞ്ഞത്? എന്താണ് ഇരു രാജ്യങ്ങൾക്കിടയിലും ഇപ്പോൾ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങൾ? ദില്ല, നേപ്പാൾ പ്രധാനമന്ത്രി നേപ്പാൾ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ചില ഇന്ത്യൻ പ്രദേശങ്ങൾ നേപ്പാൾ കയ്യേറിയിട്ടുണ്ട് എന്നാണ് പ്രധാനമന്ത്രിയായ ശേഷം തനിക്ക് വിവരം ലഭിച്ചത് എന്നും തിരിച്ച് നേപ്പാൾ പ്രദേശങ്ങൾ ഇന്ത്യയും കയ്യേറിയിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ആദ്യമായാണ് നേപ്പാളിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഇന്ത്യൻ പ്രദേശങ്ങൾ നേപ്പാൾ കയ്യേറിയിട്ടുണ്ട് എന്നുള്ള ഒരു പരസ്യമായ ഔദ്യോഗികമായ ഒരു പ്രസ്താവന നടത്തുന്നത്. നേരത്തെ തന്നെ ഇന്ത്യ നേപ്പാൾ അതിർത്തി മേഖലയിൽ ചില തർക്കങ്ങൾ ഇരു വിഭാഗത്തെയും അതിർത്തി രക്ഷാസേനകൾ തമ്മിൽ ഉണ്ടാവുകയും തുടർന്ന് നയതന്ത്ര ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. നേപ്പാൾ പ്രധാനമന്ത്രി നേപ്പാൾ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നയതന്ത്ര ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ അതിർത്തിയിൽ സർവേ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും 95% പ്രശ്നങ്ങളും ഇതിനകം തന്നെ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നേരത്തെ ഇത്തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ വന്ന ഘട്ടത്തിൽ ഇന്ത്യ അക്കാര്യം നിഷേധിച്ചിരുന്നു. ഇന്ത്യയുടെ പ്രദേശം നേപ്പാൾ കയ്യേറിയിട്ടില്ല എന്നായിരുന്നു അന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. കാലാപാനി, ലിപുലേഖ്, ലിംപിയാദുര എന്നീ മേഖലകൾ സംബന്ധിച്ചാണ് നിലവിൽ ഇന്ത്യയും നേപ്പാളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. ഈ പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡിന്റെ ഭാഗമായുള്ള പ്രദേശങ്ങളാണ്. അതേസമയം നേപ്പാൾ പ്രധാനമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചൈനയുമായും ഒപ്പം തന്നെ UK-യുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പ്രദേശം എന്നുള്ളത് ട്രൈ ജംഗ്ഷൻ ഇന്ത്യ, നേപ്പാൾ, ടിബറ്റ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ചൈനയുമായി ഇക്കാര്യം സംസാരിച്ചു എന്നും കൂടാതെ ഈ പ്രശ്നം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആരംഭിച്ച ചില തർക്കങ്ങളെ തുടർന്നാണ്, അതുകൊണ്ട് UK-യുമായി സംസാരിച്ചു എന്നുമാണ് അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. അമേരിക്കയിൽ വിവാഹ ദിനത്തിൽ ഹെലികോപ്റ്റർ തകർന്ന് മലയാളി യുവാവും പൈലറ്റും മരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ വധു ജസ്നി നിലവിൽ ചികിത്സയിലാണ്. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര കൂടി ചേരുന്നുണ്ട്. മധു, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ?
അമേരിക്കയിലെ ജോർജിയയിലെ വിവാഹ ദിനത്തിലാണ് ഹെലികോപ്റ്റർ തകർന്ന് മലയാളി ഉൾപ്പെടെ 2 പേർ മരിച്ചത്. അറ്റ്ലാന്റ സ്വദേശികളായ ഫിജി ഫേബ ദമ്പതികളുടെ മകനും അതുപോലെ ഡെൽറ്റ എയർലൈൻസിലെ പൈലറ്റുമായിരുന്ന ഡേവ് ഫിജി, അതുപോലെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് എന്നിവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് മരിച്ചത്. ഈ ഡേവിന്റെ വിവാഹമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 10:30 ഈ അപകടം നടന്നത്. ഈ അപകടത്തിൽ പരിക്കേറ്റ വധു ജസ്നി ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. പക്ഷേ ഈ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ഈ വധൂവരന്മാർ സഞ്ചരിച്ച റോബിൻസൺ R66 എന്ന ഹെലികോപ്റ്റർ ജോർജിയയിലെ ഡോസൺ കൗണ്ടിയിലാണ് തകർന്നു വീണത്. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ഈ വരൻ ഡേവും അതുപോലെ ഹെലികോപ്റ്റർ പൈലറ്റും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. പരിക്കേറ്റ വധു ജസ്നിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. പക്ഷേ ഇതൊരു കാലാവസ്ഥാ പ്രശ്നം കാരണം മരത്തിൽ ഇടിക്കുകയും അങ്ങനെയാണ് ഹെലികോപ്റ്റർ തകർന്ന് താഴെ വീണത്. പക്ഷേ ഏതാണ്ട് 5 മണിക്കൂറോളം ജസ്നി ബോധരഹിതയായി കിടന്നു. പിന്നീട് ബോധം വീണപ്പോൾ ആൾക്കാരെ അറിയിക്കുമ്പോഴാണ് ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. മൂവാറ്റുപുഴയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് കുടിയേറിയ കടുവാക്കുഴിയിൽ ഫിജി ജോർജ് അതുപോലെ ഫേബ ഫിജി ദമ്പതികളുടെ മകനായിരുന്നു ഈ മരിച്ച ദേവ്. അതുപോലെ തലവടി ചുടുക്കാട്ടിൽ ജസ്മിൻ വില്ലയിൽ സാം ഉമ്മൻ ഷീല സാം ദമ്പതികളുടെ മകളാണ് പരിക്കേറ്റ ജസ്നി സാം. 2 കുടുംബങ്ങളും വർഷങ്ങളായി US-ലായിരുന്നു താമസം. ശരി മധു, എന്തായാലും അമേരിക്കയിൽ നിന്ന് വളരെ സങ്കടകരമായ വാർത്തയാണ്. വിവാഹ ദിനത്തിലാണ് ഇങ്ങനൊരു അപകടവും മരണവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.